Hi students, welcome to Botany online class. In the previous class, we had complete our first chapter. In the previous chapter, we looked at the broad classification of living organisms under the system proposed by Whittaker, wherein he suggested the 5 kingdom classification: Monera, Protista, Fungi, Animalia and Plantae. Today, we are going to start our second botany lesson, Plant Kingdom. In this chapter, we will deal in detail with the further classification within kingdom Plantae, popularly known as the Plant Kingdom. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു തീർത്തായിരുന്നു, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓർമ്മയില്ലേ? അപ്പോൾ ആ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അവിടെ നമ്മൾ പഠിച്ചതൊരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. ആരാ പ്രപ്പോസ് ചെയ്തത്? വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. അതിലെ ഓരോ കിങ്ഡംസിനെയും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് ആ കിങ്ഡംസ്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, അനിമേലിയ ആൻഡ് പ്ലാന്റേ. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ, ബോട്ടണിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഇതിൽ പ്ലാന്റ് കിങ്ഡം, അതായത് പ്ലാന്റ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. We will describe Plantae under algae, bryophytes, pteridophytes, gymnosperms and angiosperms. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കിങ്ഡം പ്ലാന്റയെ 5 ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, pteridophytes, gymnosperms and angiosperms. Let us also look at classification within angiosperms to understand some of the concerns that influence the classification systems. അപ്പോൾ ആൻജിയോസ്പേംസിലെ തന്നെ ഒരു ക്ലാസിഫിക്കേഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആൻജിയോസ്പേംസിൻ്റെ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് കുറേ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. The earliest systems of classification used only gross superficial morphological characters such as habit, color, number and shape of leaves, etc. They were based mainly on vegetative characters or on the androecium structure. Such systems were artificial. They separated the closely related species since they were based on a few characteristics. വളരെ വർഷങ്ങൾക്ക് മുൻ കാലഘട്ടങ്ങളിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനെ മാത്രം ബേസ് ചെയ്തായിരുന്നു? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തായിരുന്നു. മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ അപ്പിയറൻസ്. ഇപ്പോൾ പ്ലാന്റ് ആയാലും അനിമൽ ആയാലും അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ നമ്മൾ മോർഫോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചാണ് എന്ത് ചെയ്തിരുന്നത്? ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. അപ്പോൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്പർ ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ്, ഇലകളുടെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ്, അതുപോലെ ഹാബിറ്റ്, കളറ് ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. ദേ വെയർ ബേസ്ഡ് മെയിൻലി ഓൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓർ ഓൺ ദി ആൻഡ്രീഷ്യം സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനാണ് നടത്തിയിരുന്നത്. The artificial system gave equal weightage to vegetative and sexual characteristics. This is not acceptable since we know that often the vegetative characters are more easily affected by environment. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു പോരായ്മ എന്താണ്? ഇവിടെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും സെക്ഷൽ ക്യാരക്ടേഴ്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് സ്വീകാര്യമല്ലാതായി. എന്താണ് കാരണം? ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ സിൻസ് വി നോ ദാറ്റ് ഓഫൺ ദ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആർ മോർ ഈസിലി അഫക്റ്റഡ് ബൈ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിന് അനുസരിച്ച് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൽ
വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റം of classification were based on the natural affinities among the organisms and consider not only the external features but also internal features. അപ്പോൾ നാച്ചുറൽ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അവിടെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഉള്ളിലുള്ള ഫീച്ചേഴ്സും കൂടി പരിഗണിക്കും. ഏതൊക്കെ? ലൈക്ക് അൾട്രാ സ്ട്രക്ചർ, അനാട്ടമി, എംബ്രിയോളജി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി. Such a classification of flowering plants was given by George Bentham and Joseph Dalton Hooker. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണെന്നറിയോ? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? ഹൂ. ഇത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാന്നാണ് ചോദിക്കുന്നത്. ജോർജ് ബന്തം, ഒരാളുടെ പേരാണ് ജോർജ് ബന്തം, ആൻഡ് അടുത്ത ആൾ ജോസഫ് ഡാൽട്ടൺ ഹൂക്കർ. ഇങ്ങനെ 2 പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അത് പുറമേയുള്ള ക്യാരക്ടേഴ്സ് മാത്രമല്ല, അതായത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമല്ല, പിന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അത് നാച്ചുറൽ സിസ്റ്റം. ഇനി അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് classification. Classification systems based on the evolutionary relationships between the various organisms is called phylogenetic systems. എന്താണ് ഫൈലോജനറ്റിക് എന്ന് പറഞ്ഞാൽ? എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതായത് പരിണാമപരമായ ബന്ധങ്ങൾ, ജീവികളുടെ പരിണാമപരമായ ബന്ധങ്ങൾ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതിനെയാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് അസ്യൂംസ് ദാറ്റ് ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു ദ സെയിം ടെക്സ്റ്റ് ഹാവ് എ കോമൺ ആൻസിസ്റ്റർ. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ എവല്യൂഷൻ പഠിച്ചില്ലേ? അപ്പോൾ അതിൽ എല്ലാ കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിച്ചായിരുന്നു. മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഇല്ലേ? അപ്പോൾ അതിലെല്ലാം തന്നെ നമ്മൾ അവസാനം ചെന്ന് എത്തുന്നത് എവിടെയായിരുന്നു? ഒരു കോമൺ ആൻസിസ്റ്റർ എന്നുള്ളൊരു സങ്കല്പത്തിലായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഈ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ്റെയും ബേസ് എന്ന് പറയുന്നത്. ദെൻ ന്യൂമെറിക്കൽ ടാക്സോണമി. അടുത്തത് ന്യൂമെറിക്കൽ ടാക്സോണമി. Here, number and codes are assigned to all the characters and data are then processed in computers. In this way, each character is given equal importance and at the same time hundreds of characters can be considered. Numerical taxonomy എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്പറും കോഡും ഉപയോഗിച്ചാണ്. Numbers and codes are assigned to all the characters and the data are then processed in computer. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്ത് നമ്പറുകളുടെയും കോഡ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അടുത്തത് സൈറ്റോ ടാക്സോണമി. Classification based on cytological informations like chromosome number, structure, behavior, etc. is called cytotaxonomy. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ. അപ്പോൾ അതിനെയാണ് നമ്മൾ സൈറ്റോടാക്സോണമി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കീമോ ടാക്സോണമി. Here classification is done based on chemical constituents of plants like secondary metabolites. അപ്പോൾ കീമോ ടാക്സോണമി എന്ന് പറയുന്നത് കെമിക്കൽ കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പ്ലാന്റ്സിലുള്ള കെമിക്കൽ കൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അതിനെയാണ് കീമോ ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായപ്പോഴേക്കും നമ്മുടെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ഓരോ ക്ലാസ്സായിട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേത് ഏതായിരുന്നു? പറഞ്ഞത് ഓർമ്മ വേണ്ട? ആൽഗെ. പ്ലാൻ കിങ്ഡം എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? 5 തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ? കിങ്ഡം പ്ലാന്റ് ഇൻക്ലൂഡ്സ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്,
ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പോംസ് ആൻഡ് ആൻജിയോസ്പോംസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കണം. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഗയാണ്. എന്താണ് ആൽഗ എന്ന് പറഞ്ഞാൽ? ആൽഗകൾ എന്താണ്? ആൽഗകൾ ആൽഗെ ആർ ക്ലോറോഫിൽ ബെയറിംഗ്, സിമ്പിൾ താലോയിഡ്, ഓട്ടോട്രോഫിക് ആൻഡ് ലാർജ്ലി aquatic organisms. They occur in a variety of other habitats like moist stones, soil and wood. Some of them also occur in association with fungi and animals, etc. അപ്പോൾ ആൽഗകളെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പായലുകളെന്ന് പറയത്തില്ലേ, പായൽ. അപ്പോൾ അതാണ് ആൽഗകളെന്ന് പറയുന്നത്. ആൽഗെ ആർ ക്ലോറോഫിൽ ബെയറിംഗ്, സിമ്പിൾ താലോയിഡ്, ഓട്ടോട്രോഫിക് ആൻഡ് ലാർജ്ലി അക്വാട്ടിക് ഓർഗാനിസംസ്. കൂടുതലും എന്താണ്? അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. അതായത് വെള്ളത്തിലാണ് ഇത് കൂടുതലായിട്ടും വസിക്കുന്നത്. പിന്നെ കൂടുതലും മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു നനവ് അല്ലെങ്കിൽ ഈർപ്പം ഇഷ്ടപ്പെടുന്ന സസ്യങ്ങളാണ് ആൽഗകളെന്ന് പറയുന്നത്. ദേ ഒക്കർ ഇൻ എ വെറൈറ്റി ഓഫ് അതർ ഹാബിറ്റാറ്റ്സ്. ഇനി വെള്ളത്തിൽ മാത്രമല്ല, മറ്റുള്ള കുറേ ഹാബിറ്റാറ്റ്സിൽ ഇതിനെ കാണാൻ പറ്റും. സ്റ്റോൺസ്, സോയിൽസ്, മോയിസ്റ്റ് സ്റ്റോണ്, സോയിൽ ആൻഡ് വുഡ്. അതുപോലെ തന്നെ ചിലത് എന്ത് ചെയ്യാറുണ്ട്? ഫംഗസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാറുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്കൻസ്. ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ are known as lichens. The size ranges from the microscopic unicellular forms like Chlamydomonas to colonial forms like volvox and filamentous forms like Eulothrix and Spirogyra. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിക്കായ ക്ലാമിഡമോണസ് മുതൽ ഫിലമെൻ്റസ് ഫോംസായ യൂളോത്രിക്സ്, അതുപോലെ സ്പൈറോഗൈറ, ദെൻ കൊളോണിയൽ ഫോംസ് ഉണ്ട്, വോൾവോക്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ നമുക്ക് മലയാളത്തിലൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ക്ലാമിഡമോണസ്. പിന്നെ കൊളോണിയൽ ഫോമിന് എക്സാമ്പിൾ ചോദിച്ചാൽ വോൾവോക്സ്, ഫിലമെൻ്റസ് ഫോമിന് എക്സാമ്പിൾ ചോദിച്ചാൽ യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. ഇനി ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ദ ആൽഗെ റീപ്രൊഡ്യൂസ് ബൈ വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ മെത്തേഡ്സ്. അപ്പോൾ 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ മെക്കാനിസംസ് ആണ് കാണപ്പെടുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് വെജിറ്റേറ്റീവ്, ദെൻ അസെക്ഷൽ ആൻഡ് സെക്ഷൽ. അതിൽ ആദ്യത്തത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ. ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഡെവലപ്സ് ഇൻ ടു ന്യൂ ആൽഗ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി എന്ത് ചെയ്യുന്നു? ഓരോ ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിയുന്നു. അതിൽ ഓരോ കഷ്ണവും എന്തായിട്ട് മാറും? പുതിയ ആൽഗയായിട്ട് ഡെവലപ്പ് ചെയ്യും. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർസ്, ദ മോസ്റ്റ് കോമൺ ബീയിങ് സൂസ്പോർസ്. ദേ ആർ ഫ്ലാജിലേറ്റഡ് ആൻഡ് ഓൺ ജെർമിനേഷൻ ഗീവ്സ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള സ്പോറുകൾ ഉപയോഗിച്ചാണ്. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത് സൂസ്പോറുകളായിരിക്കും. അത് ഫ്ലജലേറ്റഡ് ആയിരിക്കും. ഫ്ലജലേറ്റഡ് മീൻസ് മൂവ് ചെയ്യാൻ കഴിവുള്ളത്, മോട്ടയിലായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ദ ഗ്യാമേറ്റ്സ് ക്യാൻ ബി ഫ്ലജലേറ്റഡ് ആൻഡ് സിമിലർ ഇൻ സൈസ് ആസ് ഇൻ ക്ലാമിഡമോണസ്, or non-flagellated but similar in size as in Spirogyra. Such reproduction is called isogamous. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗ്യാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ വഴി നടക്കുന്നതാണ്. ഇവിടെ 3 തരത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നുണ്ട്. ആൽഗയിൽ 3 തരത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഐസോഗ്യാമസ് എന്ന് പറയും. എന്താണ് ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ? The gametes can be flagellated and similar in size or non-flagellated but similar in size. ഒന്നുകിൽ ഫ്ലജലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ
നോൺ ഫ്ലജലേറ്റഡ് ആയിരിക്കാം, പക്ഷേ സൈസ് സെയിം ആയിരിക്കും. അപ്പോൾ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്ലജലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ ഫ്ലജലേറ്റഡ് ആയിരിക്കാം. രണ്ട് ആയാലും സൈസ് എങ്ങനെയാണ്, ഗ്യാമേറ്റ്സിൻ്റെ സൈസ് എങ്ങനെയാണ്, സിമിലർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനെ ഐസോഗ്യാമസ് റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. The gametes can be flagellated and similar in size. അതിന് എക്സാമ്പിൾ Chlamydomonas. or non-flagellated but similar in size. അതിന് എക്സാമ്പിൾ Spirogyra. Such type of reproduction is called isogamous. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അനൈസോഗ്യാമസ് എന്ന് പറയും. ഫ്യൂഷൻ ഓഫ് ടു gametes which are dissimilar in size, as in some species of Chlamydomonas, is called അനൈസോഗ്യാമസ്. ഇനി അനൈസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ ഓഫ് ടു gametes which are dissimilar in size. സൈസ്, ഗ്യാമേറ്റ്സിൻ്റെ സൈസ് വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് അനൈസോഗ്യാമസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ് ആൻഡ് എ സ്മോളർ മോട്ടൈൽ മെയിൽ ഗാമേറ്റ് ടേംഡ് ഊഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമി എന്ന് പറയും. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതാണ്? ഊഗ്യാമസ് ടൈപ്പ് എന്ന് പറയും. എന്താണ് ഊഗ്യാമസ് ടൈപ്പ് എന്ന് പറയുന്നത്? ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ്. ഫീമെയിൽ ഗാമേറ്റ് എങ്ങനെ ആയിരിക്കും? വലുതായിരിക്കും, നോൺ മോട്ടൈലായിരിക്കും. ആൻഡ് സ്മോളർ മോട്ടൈൽ മെയിൽ ഗാമേറ്റ്. ഇനി മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും, പക്ഷേ മോട്ടൈലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫ്യൂഷനെയാണ് ഊഗ്യാമസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓൾവോക്സ്. ഓക്കെ, ഇനി അടുത്തത് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. നമ്മൾ ആൽഗയെക്കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഇനി ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. ആൽഗെ ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ മെനി വേയ്സ്. At least half of the total carbon dioxide fixation on earth is carried out by algae through photosynthesis. നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ആൽഗകളെ കൊണ്ട്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ, അറ്റ്മോസ്ഫിയറിലുള്ള പകുതിയോളം കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിലൂടെ ഫിക്സ് ചെയ്യാൻ ആർക്ക് കഴിയുന്നുണ്ട്? ആൽഗയ്ക്ക് കഴിയുന്നുണ്ട്. Being photosynthetic, they increase the level of dissolved oxygen in their immediate environment. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ വഴി ഇവയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് കൂട്ടാൻ കഴിയുന്നുണ്ട്. They are paramount importance of primary producers of energy rich compounds which form the basis of food cycles of all aquatic animals. അപ്പോൾ നമ്മൾ പറഞ്ഞു കൂടുതലായിട്ടും ആൽഗകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? അക്വാട്ടിക് ഫോംസ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അക്വാട്ടിക് ഫോംസ് ആകുമ്പോഴത്തേക്ക് ഓഷൻസ് ആണ്, സമുദ്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആൽഗ കാണപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഈ ആൽഗകളാണ്. മെനി സ്പീഷീസ് ഓഫ് പോർഫൈറ, ലാമിനാരിയ ആൻഡ് സർഗാസം ആർ എഡിബിൾ ഓർ യൂസ്ഡ് ആസ് ഫുഡ്. ഇനി ഒരുപാട് സ്പീഷീസ് ആൽഗകൾ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാവോ? ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പോർഫൈറ, ലാമിനാരിയ, സർഗാസം തുടങ്ങിയ ആൽഗകൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സർട്ടൻ മറൈൻ ബ്രൗൺ ആൻഡ് റെഡ് ആൽഗെ പ്രൊഡ്യൂസ് ലാർജ് അമൗണ്ട്സ് ഓഫ് ഹൈഡ്രോകൊളോയിഡ്സ്. ഹൈഡ്രോകൊളോയിഡ് മീൻസ് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ലൈക്ക് ആൽഗീൻ ആൻഡ് കാരജീൻ. ഇനി നമുക്ക് ആൽഗകളുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കും റെഡ് ആൽഗെ, ബ്രൗൺ ആൽഗെ ഒക്കെ പഠിക്കും. അപ്പോൾ ഈ റെഡ് ആൽഗയുടെയും ബ്രൗൺ ആൽഗയുടെയും ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാന്റ് ബോഡിയിൽ നിന്ന് കുറേ ഹൈഡ്രോകൊളോയിഡ്സ് കിട്ടുന്നുണ്ട്. ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്, അതാണ് ഹൈഡ്രോകൊളോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൗൺ ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രോകൊളോയിഡാണ് ആൽഗീൻ. റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രോകൊളോയിഡാണ് കാരജീൻ. ഇതിനൊക്കെ കൊമേർഷ്യൽ യൂസ് ഉണ്ട്. ഇനി അടുത്തത് അഗർ. വൺ ഓഫ് ദ കൊമേർഷ്യൽ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ ആർ യൂസ്ഡ് ടു ഗ്രോ മൈക്രോബ്സ് ഇൻ പ്രിപ്പറേഷൻസ് ഓഫ് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഇനി ജലീഡിയം
അതുപോലെ ഗ്രാസിലേറിയ, 2 ആൽഗകളുടെ പേരാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റാണ് അഗർ. ഈ അഗർ ഉപയോഗിച്ചുകൊണ്ട് ഐസ്ക്രീംസും ജെല്ലീസും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നുണ്ട്. Then chlorella is a unicellular alga rich in proteins and are used as food supplements even by space travelers. ഇനി ക്ലോറല്ല എന്ന് പറയുന്ന ഒരു യൂണിസെല്ലുലാർ ആൽഗ, അത് ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ സ്പേസ് ട്രാവലേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബഹിരാകാശ യാത്രികർ, അവർ ഫുഡായിട്ട് ഉപയോഗിക്കുന്നത് ഈ ക്ലോറല്ല എന്ന് പറയുന്ന ആൽഗയാണ്. ആൻഡ് ഇറ്റ് ഈസ് റിച്ച് വിത്ത് പ്രോട്ടീൻസ്. അതിൽ നിറയെ എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ ആൽഗയുടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ആൽഗയുടെ ഡിവിഷൻസ് ആണ്. ആൽഗെ ആർ ഡിവൈഡഡ് ഇൻറ്റു 3 മെയിൻ ക്ലാസ്സസ്: ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. അപ്പോൾ ആൽഗകളെ 3 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.